ഹലോ ഗേസ്, അപ്പോൾ നാളെ നമ്മൾ പോവുകയാണ്. നമ്മൾ ലീവൊക്കെ തീർന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് കറിവേപ്പിലയും കാന്താരി മുളകും ഒക്കെ പിച്ചണം. അപ്പോൾ അതിന് ബെസ്റ്റ് സ്ഥലം നമ്മളെ മമ്മിയുടെ വീടാണ്. ഇഷ്ടംപോലെ കറിവേപ്പിലയുണ്ട്, ആവശ്യത്തിന് കാന്താരിയും ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ പോയി അത് കളക്ട് ചെയ്ത് യാത്രയും പറയാം. നാളെയാണ് പോകുന്നത്. എൻ്റെ തലേദിവസമാണ് ഞാൻ ഇത് യാത്ര പറയാനും കറിവേപ്പില പിച്ചാനും ഒക്കെ ഇറങ്ങിയത്. അപ്പം ഇതാണ് ഗേസ് മാമിയുടെ വീട്. മാമിക്ക് അത്യാവശ്യം ചെടിയുടെ കളക്ഷനും എല്ലാം ഉണ്ട്. അത്യാവശ്യം ഇവിടെ തന്നെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഗേസ്. ചാമ്പ, ചീമനെല്ലി, കുരുമുളക് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ചക്ക. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഗൈസ് നമ്മൾ മമ്മിയുടെ വീട്ടിലെത്തി. അങ്ങനെ ചെടികളുടെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. നേരെ കറിവേപ്പിലയുടെ അടുത്തോട്ട് വിട്ടു ഗൈസ്. താഴെ ഇങ്ങനെ പൊട്ടിമുളച്ച് നിൽക്കുന്ന കറിവേപ്പിലയാണിത്. കുഞ്ഞു കുഞ്ഞു തൈകളാണ്. ഇത് പോരാത്തതിന് വെളിയിലും ഉണ്ട്, പിന്നെ അകത്തിന് വേറൊരു സൈഡിലും ഉണ്ട് ഗൈസ്. ഇവിടെ കറിവേപ്പിലയുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ കറിവേപ്പില പിച്ചാൻ എൻ്റെ സൈഡിലോട്ട് പോയി. കറിവേപ്പില നമുക്ക് വേണ്ടി പിച്ചി തരുന്നത് എൻ്റെ സിസ്റ്ററാണ് ഗേസ്, എൻ്റെ അനിയത്തിയാണ് ആലിയ. അപ്പോൾ കറിവേപ്പില നമ്മൾ അവിടെ നിന്ന് പിച്ചി തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെന്നത് അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇതിൻ്റെ ഇടയ്ക്ക് മാമി ചക്കപ്പുഴുക്കും ചമ്മന്തി ഉണ്ടാക്കാൻ പോയി. അങ്ങനെ നമ്മൾ കറിവേപ്പില ആ സമയം കൊണ്ട് ഒടിച്ചുകൊണ്ടിരുന്നു. അത്യാവശ്യം ഈ സൈഡിൽ നിന്ന് ഒടിച്ചു, പിന്നെ ഇനി അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒടിക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ട കരിവേപ്പിലയുടെ തൈകളാണ്, കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഈ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട്ടിരുന്ന ടോപ്പ് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. 4 ടോപ്പ് മീഷോന്ന് കോമ്പായിട്ട് വാങ്ങിച്ചത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കേസ്, ഞാൻ കാണിച്ചില്ലേ. ചീമനെല്ലി, ഇതൊക്കെ കപ്പ, കുരുമുളക്, ചീനി, ആണ്ടേ മത്തങ്ങ, പിന്നെ എന്താ ഗൈസ് കറിവേപ്പില. പിന്നെയും കറിവേപ്പിലയുടെ ഒരു വലിയ മരമാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പിച്ചി, ഇവിടുന്ന് കുറേ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും പിച്ചി. ഇത് പുളിഞ്ചിയാണ്. ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പില നമ്മൾ പിച്ചി ഗൈസ്. ഇത് അയത്തിച്ചീര. പിന്നെ അവിടെ അനിയന് അതിലൊക്കെ ഒരു അനിയനുണ്ട്, അത് എൻ്റെ അനിയൻ. അവൻ മീൻ കൃഷിയുണ്ട്. അപ്പം അതിൻ്റെ നമ്മൾ വീഡിയോ എടുത്തു. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ചക്കയുണ്ട് ഗൈസ്, വരിക്കയുണ്ട്, കൂഴിയുണ്ട്, ചക്ക തന്നെ പലതരമുണ്ട്. അതെ ചക്ക. പിന്നെ നമ്മൾ മാങ്ങയുണ്ട്, മാങ്ങ പൂത്തില്ല. പിച്ചി ചെടി എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും മാമി ചക്കപ്പുഴുക്കും ചമ്മന്തിയൊക്കെ ആയിട്ട് വന്നു ഗേസ്. നമ്മളങ്ങനെ ചക്കപ്പുഴുക്കും ചമ്മന്തിയും കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾ പിച്ചിയ കറിവേപ്പിലയുടെ കളക്ഷനാണത്. അങ്ങനെ ചക്കപ്പുഴുക്കും ചമ്മന്തിയൊക്കെ ഒരുവിധം കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞ് അവിടുത്തെ കളിപ്പാട്ടം, അതായത് അതിൻ്റെ കളിപ്പാട്ടമൊക്കെ എടുത്ത് പറക്കി വെച്ച് നിരത്തി വെച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് മാമിയുടെ കൈയൊന്നും പറഞ്ഞു വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഒരുവിധം പിടിച്ച് നിർത്തി വീഡിയോ എടുത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മുറിഞ്ഞു കേസ്, നല്ല രീതിയിൽ ബ്ലഡ് പോയി. അങ്ങനെ അതൊക്കെ നമ്മൾ കെട്ടി കാന്താരിയും പിച്ചി. അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോഴാണ് മൈലാഞ്ചി വേണമെന്ന് ഓർത്തത്. മൈലാഞ്ചിയും കൂടെ പിച്ചാന്ന് കരുതി. അപ്പോഴത്തേക്ക് ഇരുട്ടി കേസ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഉമ്മ പറഞ്ഞതാ, നീ ഇപ്പോഴൊന്നും വരാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഇപ്പം വരും, യാത്ര പറഞ്ഞ് കറിവേപ്പിലയും പിച്ചി ഇപ്പം വരും. പക്ഷേ എനിക്ക് തോന്നുന്നു കേസ് ഞാൻ ഒരു 5 മണിക്ക് വന്നതാണ്. ഇപ്പം തന്നെ ഒരു 7 മണിയായി. കാര്യം പറഞ്ഞ് സാധനമൊക്കെ പിച്ചി സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ പോകാൻ നേരത്ത് മൈലാഞ്ചി കുറച്ചേ ഉള്ളൂ, ഉള്ളതെല്ലാം നമ്മൾ അതിൽ നിന്ന് പിച്ചി. മൈലാഞ്ചിയും പിച്ചി നമ്മളവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് കേസ് ഈ ഇടയ്ക്ക് വൈറലായൊരു മൈലാഞ്ചിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞ്. മറ്റേ ലിക്വിഡ് ക്യൂടെക്സ് പോലെ ഇരിക്കും, അതിപ്പോൾ സ്റ്റോക്കില്ല കേസ്. അത് പോകാൻ നേരത്ത് വാങ്ങിക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ സ്റ്റോക്കില്ല. അങ്ങനെ നമ്മൾ ഈ മൈലാഞ്ചി ചെടി നമ്മൾ മൊട്ടച്ചിയാക്കി. അതിൽ നിന്ന് മൊത്തം ഊരിയെടുത്ത് അതിനെ മൊട്ടച്ചിയാക്കി. അങ്ങനെ നമ്മൾ ഗൈസ് തിരിച്ചു. അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ചക്ക വറുത്തത്. തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ അവിടുത്തെ അടുത്ത കടയിൽ നിന്ന് ചില്ലി ചിക്കൻ വാങ്ങിച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ചക്ക വറുത്തതും ചില്ലി ചിക്കനും നല്ല കോമ്പിനേഷൻ, നല്ല അടിപൊളി ചില്ലി ചിക്കൻ. ഞങ്ങൾ അതൊക്കെ കഴിച്ചപ്പോൾ നല്ല ചൂട് ചക്ക വറുത്തയായിരുന്നു. അപ്പോൾ എന്നെ വിട്ടയക്കാനുള്ള പ്രിപ്പറേഷൻ വീട്ടിലും തുടങ്ങി. അങ്ങനെ ചക്ക ഉമ്മ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാക്ക് കൂട്ടായിട്ട് ഒരു കിങ്ങിണി പൂച്ച അവിടെ വന്ന് ഇരിപ്പുണ്ട് ഗേസ്. അപ്പം ഓക്കെ ഗേസ്, ബായ്. ഇനി UK കാണാം.